കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാമോ? കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാമോ? കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോടാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുത്രന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്. നമുക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം പിതാവേ ഇതെല്ലാം പുത്രന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്കാണെന്ന്. നോ, അങ്ങനെ അതല്ല എന്റെ അർത്ഥം. ഞാൻ മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് പോളൂട്ടി ഇരിങ്ങാലോടേക്ക് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പോളൂട്ടി പറയണത് ജോസഫ് എനിക്കൊരു 5000 ഉറുപ്പികയുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് എന്റെ വീട്ടില് ക്യാഷ് ആയിട്ടൊന്നും ഇരിപ്പില്ല, അത് ചെക്ക് തരാം. മതി. അങ്ങനെ ഞാൻ 5000 ഉറുപ്പികയുടെ ചെക്ക് എഴുതി പോളൂട്ടിക്ക് കൊടുത്തു. അപ്പൊ അത് ഇവിടുത്തെ ബാങ്കിലേക്കുള്ളതാ. ഞാൻ പറഞ്ഞത് ഇരിങ്ങാലക്കുടയിലത്തെ ബാങ്കിലേക്കുള്ളതാ. അയ്യോ, അതിന് എനിക്ക് ഇരിങ്ങാലക്കുടയിലെ അക്കൗണ്ട് ഇല്ലല്ലോ, ഇരിങ്ങാലക്കുടയിലെ ബാങ്കിലെ ആർക്കും എന്നെ അറിഞ്ഞൂടല്ലോ. ഞാൻ പറയുന്നു, നിന്നെ ഇരിങ്ങാലക്കുടയിലുള്ള ആരും അറിയേണ്ട കാര്യമില്ല. നീ ഈ ചെക്കും കൊണ്ട് ഇരിങ്ങാലക്കുട ബാങ്കില് അങ്ങ് ചെന്നേച്ചാ മതി. കാരണം ഇരിങ്ങാലക്കുടയിലുള്ള ബാങ്കുകാർക്ക് എന്റെ കയ്യെഴുത്ത് കാണുമ്പോ, എന്റെ ഒപ്പ് കാണുമ്പോ മനസ്സിലാവും. അവര് ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. പുത്രനായ ക്രിസ്തു എന്നെ അറിയണം. മനസ്സിലായോ? ഒരുപാട് ആളുകൾ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് അന്ന് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങള് വീര്യപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങള് ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുന്നു, ഞാൻ നിങ്ങൾ ഒരു കാലത്തും. അപ്പൊ കർത്താവ് അറിയുന്നവരായി മാറണം. കർത്താവ് ആരെ അറിയാം? കർത്താവ് ആരെ അറിയാം? കർത്താവ് എന്ന് വിളിക്കുന്നവരെ കർത്താവ് അറിയോ? ഇല്ലല്ലോ. അതായത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ കർത്താവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ പുത്രന്റെ നാമത്തിൽ ചോദിച്ചാൽ അത് കണിശമായിട്ടും കിട്ടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് ഉറപ്പൊന്നുമില്ല. അല്ലാണ്ട് വായി തോന്നുന്നത് മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് കൊട്ടിയാൽ അവസാനിപ്പിച്ചതുകൊണ്ട് ഒരു വിശേഷമില്ല. എന്ന് വെച്ചാൽ 24 മണിക്കൂർ ദിവസത്തിൽ ഉണ്ടായിട്ട് 23.25 മണിക്കൂറും തന്നിഷ്ടപ്രകാരം ജീവിച്ച് 15 മിനിറ്റ് കൊണ്ട് അല്ലേലുയ 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 ശ്വാസം വിടാതെ 150 അല്ലേലുയും പറഞ്ഞ് പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചൊന്നും കിട്ടിയെന്ന് കൊള്ള നിർബന്ധം ഇല്ല. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോടാണ്. കാരണം കർത്താവ് പഠിപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ പിതാവിനോടാണ് നാം അപേക്ഷിക്കുന്നത്. പുത്രനായ ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ ജഡത്തിൽ, എന്റെ ബുദ്ധിയിൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ച് പ്രാർത്ഥിക്കുകയല്ല. എന്നെ പരിശുദ്ധാത്മാവ് തന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിശ്ചയമായിട്ടും കേൾക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. മറിയം ബഹുമാന്യയായ ഒരു വ്യക്തിയാണ്. ബഹുമാന്യയായ ഒരു വ്യക്തിയാണ്. ഭാഗ്യവതി എന്നാണ് ബൈബിളിൽ അവളെ കുറിച്ച് പറയുന്നത്. ആ അവസ്ഥ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ്. ഒരു മനുഷ്യനോടല്ല മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. സത്യവേദ പുസ്തകത്തിലും POCയിലും ആ ഒരു വാക്യത്തിന് ചില വ്യത്യാസമുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം എടുക്കാം. വായിക്കും. നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചാട്ടെ. 8-ാം അധ്യായം, ഏശയ്യാ പ്രവചനം 8-ാം അധ്യായം 19-ാം വാക്യം. ആ വെളിച്ചപ്പാടന്മാരോട് ശിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്ന ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് എന്ന ഒരു ചോദ്യം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് മരിച്ചുപോയവരോടല്ല, ജീവിച്ചിരിക്കുന്ന ദൈവത്തോടാണ്. നമ്മൾ ഏശയ്യാ പ്രവചനം
അതിന്റെ 8-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കണ്ടു. അന്ന് ആ നാട്ടിൽ മരിച്ചുപോയവരോട് ആലോചന ചോദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് യഹോവയ്ക്ക് അറിയാമായിരുന്നു. തന്റെ ജനമായ ഇസ്രായേൽ ആ തെറ്റ് ചെയ്തിരുന്നു. അത് ചെയ്യുന്നവരോടാണ് പറഞ്ഞത്, ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്ന വെളിച്ചപ്പാടന്മാരോട്, മന്ത്രവാദികളോട് ആലോചന ചോദിക്കുകയില്ലേ എന്ന് ജനം നിങ്ങളോട് ചോദിക്കും. എന്നാൽ നിങ്ങൾ എന്ത് പറയണം? ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോടാണോ ചോദിക്കുക? നോക്കണേ, മറിയം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് മറിയത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നതിന് എനിക്കൊരു ന്യായീകരണമുണ്ട്. അതായത് ഞാൻ 994 ദൈവശബ്ദം കേട്ട് ദൈവമകനാകാനുള്ള വിളിക്ക് ചെവി കൊടുത്തത്. പക്ഷെ 94 ഞാൻ ആ ശബ്ദം കേട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുവെങ്കിലും ദൈവേഷ്ടപ്രകാരം സ്നാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ട് ദൈവസഭയിൽ അംഗമാകാൻ എനിക്ക് പിന്നെയും 3 കൊല്ലം വേണ്ടി വന്നു. 47 വയസ്സിൽ ദൈവശബ്ദം കേട്ട് എനിക്ക് സ്നാനപ്പെടുവാൻ 3 കൊല്ലം വേണ്ടി വന്നു. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, കന്യകാ മറിയത്തിന് എത്ര കാലം വേണ്ടി വന്നു എന്ന്. കന്യകാ മറിയം യൗസേപ്പിനോട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ, എന്നാൽ അവർ കൂടി വസിച്ചിട്ടില്ലാത്ത കാലത്ത് ഗബ്രിയേൽ ദൂതനിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനിടവന്നു. ആ സമയത്ത് അവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ പറഞ്ഞതുപോലെ ഞാൻ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കാൻ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോഴത് സംഭവിക്കും. മറിയത്തെ ദൂതൻ സന്ദർശിച്ചു വിവരം നാട്ടുകാർക്കൊന്നും അറിയില്ല. പിറ്റേ ദിവസത്തെ പേപ്പറിലൊന്നും അത് ഉണ്ടായിരുന്നില്ല, ഉണ്ടാകില്ലെന്ന് മറിയത്തിന് അറിയാം. മനസ്സിലായോ? മറിയം ഗർഭിണിയായി കാണപ്പെട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെട്ടപ്പോൾ പ്രതിശ്രുത വരനായ യൗസേപ്പ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? രഹസ്യത്തിലൂടെ ഉപേക്ഷിക്കാൻ. കാരണം ഇവൾ എവിടുന്നോ പഴച്ച് ഗർഭം ധരിച്ചതാണെന്നാണ് യൗസേപ്പ് പോലും തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണല്ലോ ദൈവം അവനെ സ്വപ്നത്തിൽ തിരുത്തിയത്. അപ്പോ ആ കാലത്ത് അവരുടെ സമ്പ്രദായം അനുസരിച്ച് ഒരു പെൺകുട്ടി അവിഹിതമായ ഗർഭം ധരിച്ച് കണ്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ് നാട്ടു നടപ്പ്. തന്റെ ജീവൻ പോയാലും വേണ്ടില്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്നും പറഞ്ഞ് 13 വയസ്സ് 14 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത മറിയം എവിടെ? ദൈവശബ്ദം 47-ാമത്തെ വയസ്സിൽ കേട്ടിട്ട് 50 വയസ്സ് വരെ സ്നാനം ദീർഘിപ്പിച്ച ദുഷ്ടനായ ഞാൻ എവിടെ? അപ്പോ എനിക്ക് മറിയത്തെ കുറിച്ചുള്ള ബഹുമാനം എത്രയാണെന്ന് വാക്കുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ എനിക്കാവില്ല. ഷീ ഈസ് എ റോൾ മോഡൽ ടു മീ. ഞാൻ മറിയത്തെ പോലെ ആകാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് നിർത്തി. കാരണം അത് തെറ്റാണെന്ന് ദൈവവചനത്തിലുണ്ട്. കാരണം ഒരു മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ടൊന്നും മറിയത്തിന് ഉയർക്കാൻ പറ്റില്ല. എപ്പോഴാണ് മരിച്ചവർ ഉയർക്കുക? അത് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. 1 കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ആഗമനത്തിൽ ആണ് മരിച്ചവരുടെ ഉയിർപ്പ് എന്ന്. 1 കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. 1-ാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്ന ആദാമിനെയും 2-ാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയും കുറിച്ചാണ്. ആദത്തിൽ എല്ലാവരും മരണത്തിന് അധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. എന്താണ് ആ ക്രമം? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ വരവിൽ അവനുള്ളവരും. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ ഉയർക്കുന്നത് എപ്പോഴാണ്? ക്രിസ്തുവിന്റെ ആഗമനത്തിൽ, ക്രിസ്തുവിന്റെ വരവിൽ. അത് തന്നെയാണ് അപ്പസ്തോലന്മാര് പഠിപ്പിച്ച വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത്. അവൻ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരും എന്ന് നാം വിശ്വസിക്കുന്നു. അത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ മരിച്ചവർ ഉയർക്കുന്നത് ഒരു മാർപ്പാപ്പ പറഞ്ഞത് കൊണ്ടല്ല. ഒരു മനുഷ്യനും ഒരാളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ പറ്റില്ല. അതിന് അധികാര ശബ്ദത്തോടുകൂടെ ക്രിസ്തു യേശു തന്നെ വരും. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏത് മരിച്ച വീട്ടിൽ ചെന്നാലും നിലവിളി കേൾക്കാം. ഈ അമ്മായിമ്മ ഒന്ന് ചത്ത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കുന്ന മരുമകളും ശവത്തിന്റെ അടുക്കൽ ഇരുന്ന് നിലവിളിക്കും. ഹൃദയത്തിൽ ദുഃഖം ഉണ്ടായിട്ടൊന്നുമല്ല, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് വിലപിക്കുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി, മരിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 14-ാമത്തെ വാക്യം, യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. 15-ാമത്തെ വാക്യം, കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. ഒരല്പം വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു വാക്യമാണത്. അതായത് കർത്താവിന്റെ വരവ് ഇപ്പോഴാണെന്ന് സങ്കല്പിക്കുക. 2 തരം ആളുകളുണ്ടാകും. 1, നമുക്ക് മുമ്പേ മരിച്ചുപോയവർ. 2, ജീവനോടെ ഇരിക്കുന്ന നാം. കർത്താവ് ഇപ്പോഴാണ് മധ്യാകാശത്തിൽ വരുന്നത് എങ്കിൽ ജീവനോടെ ഇരിക്കുന്ന നാം മരിച്ചവരെക്കാൾ മുമ്പന്മാർ ആവുകയില്ല എന്ന് കർത്താവിന്റെ വചനത്തെ ആസ്പദമാക്കി അപ്പോസ്തലൻ പറയുന്നു. പിന്നെ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഉയർപ്പിന്റെ ക്രമം? 16-ാമത്തെ വാക്യം, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ മരിച്ചവരാണ് ആദ്യം ഉയർക്കുക. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നത് പിന്നീടാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു സെക്കൻഡിന്റെ നേരെ വേണ്ടു. പൗലോസ് പറഞ്ഞു, കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് നാം എല്ലാവരും രൂപാന്തരപ്പെടും. അങ്ങനെ മരിച്ചവർ ഉയർപ്പ് പ്രാപിച്ചും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചും ഒരുമിച്ച് ക്രിസ്തുവിനെതിരേൽക്കാൻ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഈ വാക്യങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കുവിൻ എന്നാണ്. കത്തോലിക്കരും മരിച്ചവരുടെ ശവടക്കിന് ഈ വചനം വായിക്കാണ്ടിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയും, വിജ്ഞാനി വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും, മർത്യനമർത്യത ഉണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും എന്നൊക്കെ നീട്ടിപ്പാടിയിട്ടാണ് വായിക്കുക. പക്ഷെ ഇത് കേൾക്കുന്ന ജനത്തിന് ഒരു കിഴങ്ങും മനസ്സിലാകില്ല. കാരണം ഇത് പറയുന്ന അച്ഛന് ഒരു കിഴങ്ങ് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പച്ച മലയാളത്തിലല്ല എഴുതി വെച്ചിരിക്കുന്നത്. അതായത് മരിച്ചവർ ആദ്യം ഉയർക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. എന്നിട്ട് 2 കൂട്ടരും ഒരുമിച്ച് കർത്താവിനെതിരേൽക്കാൻ വാനമേഘങ്ങളിലേക്ക് പോകും. അപ്പൊ 3 അടയാളം ഉണ്ടാകും. 1, ദൈവത്തിന്റെ ഗംഭീരമായ ശബ്ദം, പ്രധാന ദൂതന്റെ അകമ്പടി, കാഹളധ്വനി. എന്റെയും നിന്റെയും പേര് വിളിച്ചുകൊണ്ടുള്ള കാഹളം ധ്വനിക്കും. യോഹന്നാൻ അതിനെ കുറിച്ച് എഴുതി വെച്ചത് സുവിശേഷത്തിൽ. ആ കാഹളം കേൾക്കുന്നവർ ജീവിക്കും. മനസ്സിലായോ? ആ കാഹളം എല്ലാവരും കേൾക്കില്ല. ആ കാഹളം കേൾക്കുന്നവർ ജീവിക്കും. അതൊരു കാഹളത്തിന്റെ ധ്വനിയാണെന്ന് ആൾക്ക് തോന്നും. പക്ഷെ അത് ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിക്കും. ദൈവത്തെ അറിഞ്ഞുകൂടാത്ത കോരേശിനോട് യഹോവ പറഞ്ഞു, നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ പിതൃനാമത്തിൽ വിളിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നയാളുടെ മകനായ കോരേശെ എന്ന് വിളിച്ചെങ്കിൽ എന്നെയും നോക്കി ആ കാഹളം വിളിക്കും. ചക്രമാക്കൽ അന്ത്രയോസിന്റെ മകനായ ജോസേ എന്ന് തന്നെയായിരിക്കും ആ കാഹളം ഞാൻ കേൾക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. താല്പര്യമുണ്ടോ? ആ കാഹളം ചുമ്മാ ബാൻഡുകാർ ഊത്തുന്ന ഒരു ക്ലാരനറ്റോ ട്രംപറ്റോ അല്ല. അതെന്തായിരിക്കണം? സ്വർഗത്തിലെ ദൈവം നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന വിളിയാണ്. അതുകൊണ്ട് മണ്ണിൽ ഉറങ്ങുന്നവർ ആ ശബ്ദം കേൾക്കുമ്പോൾ
ഉണരുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മരിച്ചവർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? കത്തോലിക്കർ അവരുടെ കുർബാനയിൽ പറയുന്നത് പോലെ തന്നെ ചെറിയവരും വലിയവരും നീ മഹത്വത്തോടെ ഉയർപ്പിക്കും എന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര കൊള്ളുന്നു. കന്യകാമറിയം തന്റെ റോൾ ഭംഗിയായി അവതരിപ്പിച്ച് മരിച്ച് നിദ്ര കൊള്ളുകയാണ്. ഒരു ദിവസം കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ എഴുന്നേൽക്കുന്നവരുടെ മുൻനിരയിൽ ഈ കന്യകാമറിയം ഉണ്ടാകുമെന്നും ഈ നല്ല അമ്മയെ മുഖത്തോട് മുഖം നോക്കി ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിന്ന് ഈ യഹോവയ ദൈവത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും എന്നെനിക്കൊരു പ്രത്യാശയുണ്ട്. നിങ്ങൾക്കതുണ്ടോ? മറിയത്തിന്റെ പടം കണ്ടിട്ട് കാര്യമില്ല. ഇന്ന് ആളുകൾ പറയണമെന്ന് അറിയാമോ? മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. ഏത്? ജീവനില്ലാത്ത ഒരു ചിത്രത്തിൽ നിന്ന്, ഞാൻ ജീവനില്ലാത്തൊരു ചിത്രത്തിൽ നിന്ന് എന്നെ നോക്കുന്ന മറിയത്തെ അല്ല കാണുക. അന്ന് മറിയ എന്റെ തോളെ തട്ടി പറയും, ജോസേ നീ എന്റെ മോനെ കുറിച്ച് എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെ വാക്യങ്ങൾ ഞാൻ മലയാളം ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്. സാത്താന്റെ പ്രവൃത്തിയാൽ സർവശക്തിയോടും വ്യാജ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ആയിരിക്കും ആ അധർമ്മിയുടെ ആഗമനം. നശിക്കാനിരിക്കുന്നവരുടെ മേൽ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കും. കാരണം സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ അവർ വിസമ്മതിച്ചു. അതിനാൽ തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കേണ്ടതിന് ദൈവം അവരുടെ മേൽ ശക്തമായ മിഥ്യാബോധം അയക്കും. അങ്ങനെ സത്യത്തിൽ വിശ്വസിക്കാതെ അധർമ്മത്തിൽ സന്തോഷിച്ചവർ എല്ലാവരും ശിക്ഷിക്കപ്പെടും. ഇതിന്റെ അർത്ഥം ഇതാണ്: നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അരൂപിയായ ദൈവം കേൾക്കുന്നത് പോലെ തന്നെ അരൂപിയായ സാത്താനും കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്ന പ്രാർത്ഥന നോക്കണേ, ദൈവസന്നിധിയിൽ ഉള്ളൊരു രംഗം നമുക്ക് മനസ്സിലൊന്ന് കാണാം. പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. തന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ക്രിസ്തു യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ ദൈവം പിതാവായും പുത്രനായും നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ സാത്താനും നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. നമുക്ക് ബാക്കിയുള്ളത് അറിയാമല്ലോ. പാപിയായ എനിക്ക് വേണ്ടി ഇപ്പോഴും എന്റെ മരണനേരത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ മറിയത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന പിശാച് എന്നെ വഞ്ചിക്കാൻ വേണ്ടി അവൻ ഈ ഭൂമിയുടെ അധികാരിയായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്കത് നടത്തി തരും. അത് വ്യാജമായ ഒരു അടയാളമാണ്, വ്യാജമായ ഒരു അത്ഭുതമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 9-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ കാണാം, സാത്താന്റെ പ്രവൃത്തിയാൽ സർവശക്തിയോടും വ്യാജ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടിയായിരിക്കും ആ അധർമ്മിയുടെ ആഗമനം. അപ്പൊ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ചിന്തിക്കരുത്. മോശ ചെയ്ത അടയാളങ്ങൾ അതേപടി മിസ്രൈമിലെ മന്ത്രവാദികൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ മറിയത്തോട് പ്രാർത്ഥിച്ചിട്ട് അനേകർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളൊക്കെ കിട്ടി. ഗീർവർഗീസിനോട് പ്രാർത്ഥിച്ചിട്ട് വലിയ അത്ഭുതങ്ങൾ കിട്ടി. അന്തോണീസിനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടി. ശരിയാ, പക്ഷെ പ്രവർത്തിച്ചത് അന്തോണീസ് അല്ല, പിശാചാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഗീർവർഗീസ് എന്ന് പറയുന്ന ഒരു പുണ്യവാളൻ ഇല്ല എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. ഒരു കാലത്ത് ഗീർവർഗീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം മാർപ്പാപ്പ പറയുന്നു ഗീർവർഗീസ് എന്ന് പറയുന്ന ഒരാളില്ല. അതുകൊണ്ട് ഫിലോമിനയെയും ഗീർവർഗീസിനെയും പുണ്യാളന്മാരുടെ പട്ടികയിൽ നിന്ന് നീക്കി. 1967 23-ാം യോഹന്നാൻ മാർപ്പാപ്പയാണ് നീക്കിയത്. പക്ഷെ ഇന്നും അവർ ഗീർവർഗീസിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഗീർവർഗീസ് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പ പറയുന്ന അങ്ങനെ ഒരാളില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും ജനം അത്ഭുതങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ളതാരാ? അതാണ് പിശാച്. അവൻ സകല വ്യാജ അടയാളങ്ങളും പ്രവർത്തിക്കും. അതിന്റെ 10-ാമത്തെ വാക്യം കാണുന്നത്,
നശിക്കാനിരിക്കുന്നവരുടെ മേൽ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കും. കാരണം രക്ഷയുടെ മാർഗത്തിൽ അല്ലാത്തവനെ വഞ്ചിക്കാൻ പിശാച് തന്റെ പുസ്തകത്തിലുള്ള എല്ലാ ട്രിക്കുകളും ഉപയോഗിക്കും. പിന്നെ കാണുന്നത്, കാരണം സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ അവർ വിസമ്മതിച്ചു. ആരാണ് സത്യം? സത്യവാൻ എന്ന് പഴയ നിയമത്തിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് യഹോവയാണ്. പുതിയ നിയമത്തിൽ ഞാനാണ് സത്യം എന്ന് പറഞ്ഞത് ആരാ? കർത്താവായ യേശു ക്രിസ്തുവാ. അപ്പൊ പഴയ നിയമത്തിലെ സത്യവാൻ യഹോവയും പുതിയ നിയമത്തിലെ സത്യം എന്ന് പറയുന്നത് ക്രിസ്തുവുമാണ്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ സകലരെയും അനുഗ്രഹിക്കാൻ നോക്കിയിരിക്കുന്ന യഹോവയായ ദൈവം തന്റെ പുത്രൻ അവർക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ തയ്യാറായിട്ടും അവനോട് പ്രാർത്ഥിക്കാതെ മരിച്ചു മണ്ണായി കിടക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി നശിച്ചു പോകണം എന്ന ഉദ്ദേശത്താൽ ദൈവം എന്ത് ചെയ്യുന്നു? തൊട്ട് താഴെ വായിക്കാം, 11-ാമത്തെ വാക്യം. അതിനാൽ തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കേണ്ടതിന് അവരുടെ മേൽ ദൈവം ശക്തമായ മിഥ്യാബോധമയക്കും. അപ്പൊ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന, അന്തോണിസിനോട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പിശാച് വ്യാജമായ ഒരു അടയാളവും അത്ഭുതവും പ്രവർത്തിച്ച് അവനെ സന്തോഷിപ്പിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അത് തന്നെയാണ് സത്യമെന്ന് വിശ്വസിക്കാൻ ദൈവം ബോഷ്കിന്റെ ആത്മാവിനെ അവനയച്ചു കൊടുക്കും. അനന്തരഫലം എന്താണ്? 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ സത്യത്തിൽ വിശ്വസിക്കാതെ അധർമ്മത്തിൽ സന്തോഷിച്ചവർ എല്ലാവരും ശിക്ഷിക്കപ്പെടും. ഈ വാക്യം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്നെ പഠിപ്പിച്ചതല്ല. കാരണം ഞാൻ ഒരു മാതൃഭക്തനായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തകർച്ചയുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ കണ്ണുനീരോടുകൂടെ മറിയത്തോട് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ബോംബെയിലെ ഒരു അച്ഛനുണ്ട്. എന്താ അച്ഛന്റെ പേര്? ബാന്ദ്രയിലാണ്. അച്ഛന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു വിശുദ്ധനായിട്ട് അമ്മച്ചി ഓർക്കുന്നുണ്ടോ? ഫാദർ അഗ്നേലോ, പകുതി പുണ്യാളനായിട്ടുള്ള ഒരാളാണ് ഫാദർ അഗ്നേലോ. ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ് എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ബൈബിളിൽ നിന്ന് ഈ വാക്യം വായിക്കാനുള്ള പ്രേരണ ദൈവം എനിക്ക് തന്നു. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് വാസ്തവത്തിൽ ഞെട്ടി നിറച്ചു. കാരണം അന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ ആവശ്യങ്ങൾ നടത്തി തന്നത് ദൈവമാണെന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ദൈവവചനത്തിൽ നിന്നും വ്യക്തമാണ്, എനിക്കത് നടത്തി തന്നത് ഒരിക്കലും ദൈവമായിരുന്നില്ല, അത് പിശാചായിരുന്നു. അത് ഞാൻ ഏറ്റു പറഞ്ഞ കർത്താവിനോട്, കർത്താവ്, എന്റെ അറിവില്ലായ്മയിൽ ഞാൻ അന്ന് ചെയ്ത ആ തെറ്റ് ഇന്ന് തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ തള്ളി പറയുന്നു. എന്റെ പ്രവൃത്തി തെറ്റാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ആരും കരുതരുത്. നിങ്ങൾ ഒരു കുതിരലാടം, ജീവനില്ലാത്ത ഇരുമ്പാണ്, കുതിരയ്ക്ക് അടിക്കുന്ന ലാടം, അത് കെട്ടി തൂക്കിയിട്ടിട്ട് ഓ നീ എന്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ കുതിരലാടത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, അത്ഭുതം നടക്കും. കാരണം അത്ഭുതം നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന തെറ്റായതുകൊണ്ട്, നിങ്ങളെ അതിൽ വഞ്ചിക്കാൻ സാത്താൻ അടുത്തുള്ളത് കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതിയിലല്ല പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന യഹോവയായ ദൈവം സാത്താൻ തരുന്ന ആ പ്രേരണ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാക്കും എന്ന് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 11-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിവില്ലായ്മയുടെ നാളുകളിൽ ഇങ്ങനെ പുണ്യാളന്മാരോടോ മാതാവിനോടോ പ്രാർത്ഥിച്ച് വല്ല അനുഗ്രഹങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ദൈവത്തിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കി ഇന്ന് നിങ്ങൾ അതിന് ക്ഷമാപണം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ജീവനുള്ള ദൈവത്തോടാണ്, അല്ലാതെ കണ്ട് മരിച്ചു മണ്ണായി കിടക്കുന്ന ഒരാളോടല്ല. സെബസ്ത്യാനോസ് നല്ല മനുഷ്യനായിരിക്കാം, ഗീവർഗീസ് ഉണ്ടെങ്കിൽ നല്ല മനുഷ്യനായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ അദ്ദേഹം എനിക്ക് സമനാണ്, എനിക്ക് മുന്നമേ ജീവിച്ചതുകൊണ്ട് എനിക്ക് മൂത്ത സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം ഭാവിക്കരുത്, പോകുകയുമരുത്. ഇത് വലിയ അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കേണ്ടത് യഹോവയായ ദൈവത്തോടാണ്, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്, പരിശുദ്ധാത്മാവിന്റെ സഹായത്താലുമാണ്. മറിയത്തിന് കത്തോലിക്ക സഭ നൽകുന്ന ഒരു വിശേഷണമാണ് കന്യക മറിയം. മറിയം
യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുമ്പോൾ കന്യകയാണെന്നേ ദൈവജനത്തിലുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മത്തായിയുടെ സുവിശേഷം നമുക്കെടുത്ത് ഒന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൽ 22-23 വാക്യങ്ങളിൽ കാണുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറിയം പ്രസവിച്ചതിന് ശേഷം കന്യകയായിരിക്കുന്നതാണോ? അല്ല. കാരണം മറിയം ഗർഭം ധരിക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്നല്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കാരണം ഈ ലോകത്തിലെ ഒരു സ്ത്രീക്കും ഒരേ സമയം കന്യകയും അതേസമയം ഗർഭിണിയുമായിരിക്കാൻ സാധിക്കില്ല. ഒരു പുരുഷന്റെ പ്രവൃത്തിയാലാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് എങ്കിൽ ഗർഭം ധരിക്കുന്നത് വരെ അവൾ കന്യകയായിരിക്കും. പക്ഷെ ഗർഭം ധരിക്കുന്ന സമയത്ത് അവൾ കന്യക ആവില്ല. കാരണം അവൾക്ക് കന്യകത്വം നഷ്ടപ്പെട്ടിട്ടല്ലാതെ ഗർഭം ധരിക്കാൻ സാധിക്കില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അത് കറക്റ്റാണ്. അപ്പൊ കന്യകയായിരിക്കുമ്പോഴാണ് മറിയം ഗർഭം ധരിച്ചത്. അത് ഹിസ്റ്ററിയുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. കാരണം അവൾ യൗസേപ്പ് എന്ന യുവാവുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ്. എന്നാൽ അവർ തമ്മിൽ ഒരുമിച്ച് വസിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾ നിശ്ചയമായിട്ടും കന്യകയാണ്. ആ കന്യകയായ അവസരത്തിൽ അവൾ ഗർഭം ധരിക്കും. പക്ഷെ കന്യക പ്രസവിക്കുമെന്നുണ്ടോ? ഇല്ല. ഇനി കന്യക യേശു ക്രിസ്തുവിനെ പ്രസവിച്ചപ്പോൾ തന്നെ അവളുടെ കന്യകത്വം നഷ്ടപ്പെട്ടു. കാരണം കന്യകത്വം നഷ്ടപ്പെടാതെ മറിയത്തിന് പോലും പ്രസവിക്കാൻ സാധിക്കില്ല. ഇനി മറിയം ഒരു കുഞ്ഞിനാണ് ജന്മം കൊടുത്തതെങ്കിൽ അങ്ങനെയും പറയാം. മറിയം ഏറ്റവും കുറഞ്ഞത് യേശു ക്രിസ്തുവിനെ കൂടാതെ 6 പ്രാവശ്യമെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് ബൈബിൾ അറിഞ്ഞുകൂടാത്തവർക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിൽ പറയാം. പക്ഷെ ബൈബിൾ അറിഞ്ഞവർക്ക് അതിനൊരു പ്രയാസമില്ല തെളിയിക്കാം. കാരണം ഞാൻ യേശു ക്രിസ്തു ആണ് എന്ന് പറഞ്ഞ് അനേകർ വരും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പലരും എന്റെ നാമത്തിൽ വരും. ഇന്ന് കേരളത്തിൽ ഞാനാണ് യേശു ക്രിസ്തു എന്ന് അവകാശപ്പെടുന്ന പലരുമുണ്ട്. കോട്ടയത്ത് ചെന്നാൽ ശാന്തമാമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അവള് പറയുന്നത് ഞാൻ യേശു ക്രിസ്തു ആണെന്ന. ഇടുക്കിയിൽ ഒരു ജോസഫ് ചേട്ടനുണ്ട്, പുള്ളി പറയുന്നത് ഞാൻ യേശു ക്രിസ്തു ആണെന്ന. പാലാരി വട്ടത്ത് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, പുള്ളി പറയുന്നത് ഞാൻ യേശു ക്രിസ്തു ആണെന്ന. ഇവരൊക്കെ യേശു ക്രിസ്തു ആണെന്ന് പറയുമ്പോൾ നമ്മൾ കരുതിക്കേണ്ട കാര്യമൊന്നുമില്ല. യേശു ക്രിസ്തു എവിടെ നിന്ന് വരുമെന്ന പ്രവചനം പരിശോധിച്ചിട്ട് ഇവർ ക്രിസ്തുവാണോ കള്ളനാണോ നമുക്ക് തിരിച്ചറിയാം. എവിടെ നിന്നാണ് യഥാർത്ഥ മശിഹ ജനിക്കേണ്ടത്? യൂദായിലെ ബെത്ലഹേമേ, നീ യഹൂദ പട്ടണങ്ങളിൽ ചെറുത് എങ്കിലും നിന്നെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. അപ്പൊ ഈ ജോസഫ് ചേട്ടൻ ജനിച്ചിരിക്കുന്നത് യൂദായിലെ ബെത്ലഹേമിൽ നിന്നാണോ? ആണെങ്കിൽ അദ്ദേഹം ക്രിസ്തുവാകാനുള്ള സാധ്യത തള്ളിക്കളയരുത്. ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് പോകാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അപ്പൊ പിശാചിന്റെ തല തകർക്കുന്നത് ഒരു പെണ്ണല്ല, തല തകർക്കുന്നത് അവനാണ്. അപ്പൊ ശാന്തമാമയ്ക്ക് വീട്ടിൽ പോവാം. കാരണം ശാന്തമാമ പെണ്ണാണ്, ആണല്ല. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഞാനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പൊ തലയ്ക്ക് പിരികളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുവിടാന്നൊന്നുമില്ല. നാളെ ഞാൻ ചിലപ്പോ പറഞ്ഞു വരും. അതുകൊണ്ടൊന്നും വിശ്വസിക്കരുത്. എന്ത് ചെയ്യണം? പ്രവചനം എടുത്ത് നോക്കണം. മശിഹ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണോ? എഴുതപ്പെട്ടിട്ടുള്ള സകല പ്രവചനവും ഒരാളിൽ നിറവേറിയെങ്കിൽ മാത്രമേ അവൻ യേശു ക്രിസ്തു ആകുന്നുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഒത്തു വന്നാലൊന്നും പറ്റില്ല. അവരെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള 100 കണക്കിന് പ്രവചനങ്ങളുണ്ട് ബൈബിളിൽ. അത് മുഴുവൻ ഓരോന്നായി എടുത്ത് പരിശോധിച്ചിട്ട് ഒരാൾ അത് തെളിയിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിശ്വസിച്ച് അവൻ നിന്റെ ക്രിസ്തു. പക്ഷെ അങ്ങനെ ഒരാളെ ഉള്ളൂ. അതാണ് മറിയത്തിന്റെ മകനായ നസറേനായ യേശു. ഒറ്റൊരുത്തനേ ഉള്ളൂ. മനസ്സിലായോ? ആ യേശു തന്റെ അമ്മയുടെ മക്കളാൽ നിന്ദിക്കപ്പെടും എന്ന് തിരുവെഴുത്തിലുണ്ട്. അതിന് നമുക്ക് ഒരു മശിഹ സങ്കീർത്തനം എടുക്കാം. മശിഹ സങ്കീർത്തനങ്ങളെ തിരിച്ചറിയാൻ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു അടയാളം പറഞ്ഞു തരാം. 22-ാം സങ്കീർത്തനം എടുക്കുക.
അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ അതൊരു മശീഹ സങ്കീർത്തനമാണെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു. ഇതൊരു മശീഹ സങ്കീർത്തനമാണ് എന്ന് പറയാനുള്ള കാരണം ക്രിസ്തു യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 വാക്യങ്ങളിൽ ഒന്ന് ഇതാണ്, ഏൽ ഏൽ ലമ സബക്താനി എന്ന്. ഇനി ഈ സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം തൊട്ട് 16-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ കാണാം, നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, അവർ എന്നെ തുറച്ചു നോക്കുന്നു, അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എന്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. ഇതൊക്കെ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാ? ഇതൊക്കെ ക്രിസ്തു യേശുവിനെ കുറിച്ച് അന്വർത്ഥമായി തീർന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന് 4 സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ 22-ാം സങ്കീർത്തനം ഒരു മശീഹ സങ്കീർത്തനമാണ്. ഇതുപോലെ ഒരുപാട് മശീഹ സങ്കീർത്തനങ്ങളുണ്ട്. 45-ാം സങ്കീർത്തനം ഒരു മശീഹ സങ്കീർത്തനമാണ്. 68-ാം സങ്കീർത്തനം ഒരു മശീഹ സങ്കീർത്തനമാണ്. 69-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങൾ കാണുന്നു, എന്റെ സഹോദരന്മാർക്ക് ഞാൻ അപരിചിതനും എന്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. എന്റെ അപ്പന്റെ മക്കൾക്കെന്നല്ല, എന്റെ അമ്മയുടെ മക്കള് എന്ന് വെച്ചാൽ തെളിയിച്ചു പറയാം, യൗസേപ്പ് പിതാവ് 2 കല്യാണം കഴിച്ചിരുന്നു എന്ന് വെക്കുക. ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെയും യേശു ക്രിസ്തുവിനാരായിരിക്കും? സഹോദരന്മാരായിരിക്കും, അല്ലേ? പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ ഇടയാകത്തക്ക വിധം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, എന്റെ അമ്മയുടെ മക്കൾക്ക് എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ അമ്മയായ മറിയം പ്രസവിച്ച മക്കള്. ഇനി ക്രിസ്തുവിന്റെ അമ്മയായ മറിയം പ്രസവിച്ച മക്കള് ക്രിസ്തുവിനെ കൊല്ലാൻ നോക്കിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? 7-ാമത്തെ അധ്യായം ഒന്നെടുക്കുക, യോഹന്നാന്റെ സുവിശേഷം. അപ്പോ അവന്റെ സഹോദരന്മാർ അവനെ കൊല്ലാൻ നോക്കുന്നത് കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ഗലീലായിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് യൂദയ, എന്താണ് ഗലീലി? ഇത് രണ്ടും മനസ്സിലാക്കണം. കർത്താവ് ജനിച്ചു വളർന്ന സ്ഥലമാണ് ഗലീല. മനസ്സിലായല്ലോ? എവിടെയാ ജെറൂസലം ദേവാലയം നിൽക്കുന്നത്? അതങ്ങ് യൂദയില. മനസ്സിലായോ? അപ്പൊ കൂടാരത്തിരുന്നാൾ അടുത്തിരുന്നത് കൊണ്ട് ആളുകൾ എവിടേക്ക് പോവും? ജെറൂസലമിലേക്ക് പോവും. യഹൂദയുടെ തലസ്ഥാനമായ ജെറൂസലമിലേക്ക് പോവും. പക്ഷെ യേശു പോകാൻ ഇച്ഛിച്ചില്ല. എന്താ കാരണം? യഹൂദന്മാർ അവനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞ വാക്ക്, 3-ാമത്തെ വാക്യം, അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടെ വിട്ട് യൂദായിലേക്ക് പോവുക. എല്ലാം പിടികിട്ടിയോ? അതായത് നിങ്ങളെ തല്ലാൻ കുറച്ച് ആളുകൾ ചാലക്കുടിയിൽ കാത്തു നിൽക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ സഹോദരനായി എനിക്ക് അറിവ് കിട്ടി. ഞാൻ എന്താ നിങ്ങളോട് പറയാ? അപ്പൊ പോള് ചാലക്കുടിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കണമെങ്കിൽ ഞാൻ പോളോട് പറയാൻ, പോളെ നീ ഒരു കാരണവശാലും ചാലക്കുടിക്ക് പോകരുത്. നിനക്ക് വാങ്ങേണ്ട സാധനം നീ കൊരട്ടിയിലോ അങ്കമാലിയിലോ കാസർഗോഡ് പോണെങ്കിലും പോയി മേടിച്ചു. പക്ഷെ ഡോണ്ട് ഗോ ടു ചാലക്കുടി. എന്താ കാരണം? നിന്നെ ആളുകൾ ചാലക്കുടിയില് കൊല്ലാൻ നിൽക്കണ്. മനസ്സിലായോ? ഇവിടെ കർത്താവിന്റെ സഹോദരന്മാരെന്താ പറഞ്ഞേ? നീ ഇവിടെ ഗലീലയിൽ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ ശിഷ്യന്മാര് നീ ചെയ്യുന്ന പ്രവൃത്തികൾ കാണാൻ ഇടവരേണ്ടതിന് നീ എന്ത് ചെയ്യണം? ഇവിടം വിട്ടിട്ട് യൂദയിലേക്ക് പോകണം. കാരണം അവിടെ ചെല്ലുമ്പോ അവരവനെ പിടിച്ച് കൊല്ലണം. അതാണ് അവരുടെ ആവശ്യം. അതിന്റെ താഴെ വായിച്ചാൽ കാണാൻ എന്താണ് അതിന് കാരണമെന്ന്. 4-ാമത്തെ വാക്യം, പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നുവെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ കന്യകാമറിയം പ്രസവിച്ച വേറെ 4 ആൺകുട്ടികളും കുറഞ്ഞത് 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. കന്യകാമറിയവും അവരുടെ കൂട്ടത്തിലായിരുന്നു. ക്രിസ്തു യേശു ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ ഭ്രാന്തനായിട്ടാണ് നടന്നിരുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം എടുത്താൽ ക്രിസ്തു യേശു ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാത്ത വിധത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നു.
നോക്കുക, മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യം. അതിൽ പറയുന്നത്, അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ഒരു ഭവനത്തിൽ പ്രവേശിച്ച് തന്റെ ഭവനത്തിൽ പ്രവേശിച്ചു എന്നാണോ, അന്യന്റെ ഭവനത്തിൽ പ്രവേശിച്ചു എന്നാണോ? അന്യന്റെ ഭവനത്തിൽ. സ്വന്തം വീട്ടിലല്ല എന്നുള്ളത് കറക്റ്റ് അല്ലേ? അപ്പൊ ക്രിസ്തു ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട്, എന്ന് വെച്ചാൽ ഭക്ഷണം പോലും കഴിക്കാൻ നേരമില്ലാതെ പ്രസംഗം തന്നെയാണ്, പ്രവർത്തനം തന്നെയാണെന്ന് കേട്ടപ്പോൾ അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. വിളിച്ചു കൊണ്ടുപോകാനല്ല, പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. കർത്താവിന് വട്ടാണെന്ന് അവന്റെ കുടുംബക്കാർ, സ്വന്തക്കാർ കേട്ടിരുന്നു. ഇനി ആരാണ് അവന്റെ സ്വന്തക്കാർ? അതറിയണമെന്നുണ്ടെങ്കിൽ അതേ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നു. അകത്തേക്ക് വരാൻ തയ്യാറല്ല, കാരണം ഭ്രാന്തനാണേ, വല്ലതും ചെയ്തെങ്കിലോ. പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നു, ജനക്കൂട്ടം ചുറ്റും അവനിരിക്കുകയായിരുന്നു. സാധാരണ ജനം അവന് ചുറ്റും ഇരുന്ന് അവൻ പറയുന്ന ലാവണ്യ വാക്കുകൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ പ്രസവിച്ച അമ്മയും അവന്റെ അതേ കുടലിൽ നിന്ന് ജനിച്ചവന്റെ സഹോദരങ്ങളും ഇവൻ ഭ്രാന്തനായതുകൊണ്ട് പിടിച്ചുകൊണ്ടുപോകാൻ വന്ന് പുറത്തു നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടത്തിലൊന്നും, ക്രിസ്തുവിന്റെ കൂട്ടത്തിലൊന്നും മറിയം ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം എടുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, ഗ്ലോറി ജീസസ്, 8-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇതിൽ കന്യകമറിയം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് പറയണം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും, ബഹുവചനം, 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു. മറിയമോ ഉണ്ടായിരുന്നു എന്ന് ലൂക്ക എഴുതുമായിരുന്നു. ഇല്ലായിരുന്നു എന്നതുകൊണ്ടാണ് ലൂക്കായ്ക്ക് തെളിയിക്കേണ്ടിയിരുന്നത് ഇത് തന്നെ. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗത്തും മറിയം കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്നില്ല. കാരണം മറിയത്തിന് വേറെ 6 കുഞ്ഞുങ്ങൾ വീട്ടിൽ സംരക്ഷിക്കേണ്ടതുള്ളത് കൊണ്ടാകാം മറിയം തന്റെ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലായിരുന്നിരുന്നത്. പക്ഷെ തന്റെ ജീവിതത്തിന്റെ അന്ത്യകാലത്ത് മറിയം ക്രിസ്തുവിന്റെ പുറകെ വന്നത് ക്രിസ്തുവിന്റെ മറ്റ് അപ്പസ്തോലന്മാർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി. അതുകൊണ്ടാണ് ക്രൂശിൽ വെച്ച് യോഹന്നാൻ എന്ന തന്റെ ശിഷ്യനെ അമ്മയെ ഏൽപ്പിക്കുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ അവസാന സമയത്ത് മറ്റു മക്കളെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ കൂടെ കൂടിയ അമ്മയെ ഇനി മറ്റേ മക്കള് സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്റെ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യോഹന്നാന് ഇതാ കൊണ്ടുപോയി നോക്കണം, എന്റെ അമ്മയാണ്. ക്രിസ്തുവിന് വേറെ മക്കൾ ഉണ്ടായിരുന്നോ? നമുക്ക് നോക്കണം, കൃത്യമായിട്ട് തന്നെ പരിശോധിക്കണം. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യേശു അവിടെ നിന്നുപോയി സ്വന്തം നാട്ടിലെത്തി. എവിടെ എത്തി? സ്വന്തം നാട്ടില്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് എന്ത് തിമിറിട്ട് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ചെന്നിട്ട് എനിക്കിത് പറയാൻ നോക്കുവോ? പറ്റുമോ? ഞാൻ അടിക്കുന്ന ഒരു ബടായും എന്റെ ജന്മനാട്ടിൽ വില പോവില്ല. കാരണം അവർക്ക് എന്റെ അകവും പുറവും അറിയാം. അപ്പൊ യേശു ഇപ്പൊ നിൽക്കുന്ന എവിടെയാണ്? സ്വന്തം നാട്ടിൽ. ഇനി നിങ്ങൾ ബാക്കി കൂടെ ഒന്ന് നോക്കുക. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഏത് സിനഗോഗില്? സ്വന്തം നാട്ടിലെ സിനഗോഗില്. അവന്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? കാരണം കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് ഉണ്ടാക്കാൻ വേണ്ടി
ആശാരിയും അന്വേഷിച്ച് കിട്ടിയത് ആരെയായിരുന്നു? ഈ ചെങ്ങൈനായിരുന്നു. മനസ്സിലായ? യേശു ഈ കോഴിക്കോട് ഉണ്ടാക്കാൻ വന്ന് നമ്മളിൽ നിന്ന് കൂലി മേടിച്ചിട്ട് താങ്ക് യു പറഞ്ഞു പോയ ഈ ആള് എഴുന്നേറ്റ് നിന്നിട്ട് എന്തൊക്കെയാ പ്രസംഗിക്കുന്നത്. ശാസ്ത്രിമാര് പോലും അവന്റെ പ്രാഗോൽമേറിയ പ്രസംഗത്തിന്റെ മുമ്പില് ചൂളിപ്പോകുന്നു. ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ആ ശാസ്ത്രിമാർക്ക് കഴിയുന്നു പോലുമില്ല. ഇവന്റെ കൈകളാൽ എന്താ അത്ഭുതങ്ങളാ നടക്കുന്നത്, ഇതാരാ, എന്താ? അവരാകെ വിസ്മയിക്കുക. നോക്ക്, അവർ പറയണം ഇതെല്ലാം എവിടെ നിന്ന്, ഇവന് കിട്ടിയ ജ്ഞാനം എന്ത്, എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? മരപ്പണിക്കാരന്റെ മോനല്ലേ എന്നല്ല, മരപ്പണിക്കാരനല്ലേ? അപ്പൊ കർത്താവ് എന്ത് ജോലി ചെയ്തിട്ട് ജീവിച്ചിരുന്നത്? പ്രൈസ് ദി ലോർഡ്. കൈ കൊണ്ട് അധ്വാനിച്ചിട്ട്. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾക്ക് പണിയെടുക്കാന്ന് പറഞ്ഞാൽ കൊല്ലണേന് സമാനം. തിന്നാൻ പാടില്ലെന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അധ്വാനിക്കാത്തവൻ തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നത്. ഒരു ദിവസം 16 മണിക്കൂർ ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. ആരോഗ്യം തരുന്ന ദൈവത്തിന് സ്വന്തം. 4 ആൺകുട്ടികളുടെ പേര് പറഞ്ഞു ഇല്ലേ? യാക്കോബ്, യോസെ, യൂദ, യോഹന്നാൻ എന്നിവരുടെ സഹോദരനായ തച്ചൻ. അപ്പൊ ഇത് പറഞ്ഞത് ആരാ? കാസർഗോഡുകാരനല്ല പറഞ്ഞത്. ഇതാരാ പറഞ്ഞത്? സ്വന്തം നാട്ടുകാരാ പറഞ്ഞത്. ഇപ്പൊ എന്റെ ഇളയപ്പന് സൈമൻ, ജെയിംസ്, വിൻസെന്റ് എങ്ങനെ മക്കളുണ്ട്. എന്നെ കുറിച്ച് ഒരിക്കലും നാട്ടുകാരങ്ങനെ പറയില്ല. നാട്ടുകാര് പറയാ ഇതാ ചക്രമാക്കലച്ചന്റെ ചേട്ടനല്ലേ. കാരണം ചക്രമാക്കലച്ചനും ഞാനും ചേട്ടനെ നീങ്ങുക. അല്ലാണ്ട് എന്റെ വല്യപ്പന്റെ മക്കളിൽ ഇളയപ്പന്റെ മക്കളിലൊന്നും എന്റെ അമ്മ പെറ്റ മക്കളുടെ കൂട്ടത്തിൽ ആരും പെടുത്തില്ല. ഇനി അതിന് താഴെയുള്ള വാക്കുകളെ കേട്ടോ. ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലേ? അപ്പൊ ഈ സഹോദരിമാരും എന്ന് പറഞ്ഞാൽ എത്ര വേണം? ഒന്നിൽ കൂടുതൽ എന്തായാലും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന് 4 സഹോദരന്മാരുണ്ട്, പിന്നെ 2 സഹോദരിമാരുണ്ട്. ഇനി കത്തോലിക്ക ബൈബിളിൽ തന്നെ യാക്കോബിന്റെ ലേഖനം എഴുതിയത് അപ്പോസ്തലനല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിന് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം POCയുടെ ബൈബിളിന്റെ ആമുഖത്തിൽ നിന്ന് കാതോലിക ലേഖനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ലേഖനങ്ങളെ 2ആക്കി പഠിക്കണം. റോമ ലേഖനം കാതോലിക ലേഖനമല്ല, അത് റോമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എഴുതിയതാണ്. കൊറിന്ത്യര സഭ കാതോലിക ലേഖനമല്ല, അത് കൊറിന്ത്യരെ സഭയ്ക്ക് എഴുതിയതാ. അതുപോലെ തെസലോണിക്ക, എഫേസോസ്, കൊളോസിയർ, തിമോത്തി, ഫിലമോൻ ഇവർക്ക് എഴുതിയതൊന്നും കാതോലിക ലേഖനങ്ങളല്ല. കാരണം അതൊക്കെ ഒരു വ്യക്തിക്കോ ഒരു പ്രത്യേക സഭയ്ക്കോ എഴുതിയതാണ്. എന്നാൽ യാക്കോബ്, യോഹന്നാൻ, യൂദ, പത്രോസ് ഈ ലേഖനങ്ങളൊക്കെ കാതോലിക ലേഖനങ്ങളാണ്. കാരണം അതൊരു സഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല. നോക്കുക, കാതോലിക ലേഖനങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ ബൈബിളിൽ ഒരു മുഖവുര കൊടുത്തിട്ടുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനത്തിനാണ് മുഖവുര. പുതിയ നിയമത്തിൽ 5 യാക്കോബുമാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലേഖനകർത്താവായി പരിഗണിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ സഹോദരൻ ആയ യാക്കോബ് തന്നെയാണ്. മനസ്സിലായ? പുതിയ നിയമത്തിൽ 5 യാക്കോബുമാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലേഖനകർത്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അത് യേശു ക്രിസ്തുവിന്റെ സഹോദരൻ, കന്യകാമറിയം 2ാമത് പ്രസവിച്ച കുഞ്ഞ്. അതാണ്, അവനാണ് അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്ന യാക്കോബ്. മനസ്സിലായോ? ഇനി ഗലാത്തിയ ലേഖനം എടുത്താലും പൗലോസ് പറയുന്ന ഈ യാക്കോബിനെ കാണിച്ചു തരാം. അത് ശ്രദ്ധിച്ചു വായിച്ചെങ്കിലേ മനസ്സിലാകൂ എന്ന് മാത്രം. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം. 3 വർഷത്തിന് ശേഷം കേപ്പയെ കാണാൻ ഞാൻ ജെറൂസലേമിലേക്ക് പോയി. ഞാൻ പോയി എന്ന് പറയുമ്പോ ആര് പോയി? പൗലോസ് പോയി. അവനോടൊപ്പം 10-15 ദിവസം താമസിക്കുകയും ചെയ്തു. പത്രോസിനോട് ഒപ്പം പൗലോസ് 10-15 ദിവസം താമസിച്ചു. അടുത്ത വക ശ്രദ്ധിക്കുക. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല.
അപ്പൊ പത്രോസിനോട് കൂടെ പൗലോസ് 10-15 ദിവസം ജെറൂസലമിൽ താമസിച്ചപ്പോൾ ആ സഭയിൽ അപ്പോൾ മൂപ്പനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ ആരെയും കണ്ടില്ല. കാരണം അവരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പോയിരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ യാക്കോബ് ക്രിസ്തുവിന്റെ സഹോദരനാണ്, അല്ലാതെ കണ്ട അപ്പസ്തോലന്മാരിലുള്ള യാക്കോബ് അല്ല. ഇങ്ങനെ നോക്കിയാൽ ക്രിസ്തു യേശുവിന് 4 സഹോദരന്മാരും കുറഞ്ഞത് 2 സഹോദരിമാരും ഉണ്ടായിരുന്നു കാണാം. ഇനി സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിയാലും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാം. അതായത് ക്രിസ്തു യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവർ പതിവ് പോലെ യെരൂശലേം പെരുന്നാളിന് പോയി. അങ്ങനെയല്ലേ വായിക്കുന്നത്? മടങ്ങി വരുമ്പോ ഈ അമ്മയ്ക്കും ഒപ്പനും ആകെ ഒരു കുഞ്ഞെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെക്കുക. അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവർ കർത്താവിനെ അന്വേഷിക്കാൻ തന്നെ തുടങ്ങിയത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ കയ്യില് ഒരു 7 കുട്ടികള്, ഒരു 10 വയസ്സുകാരൻ, ഒരു 9 വയസ്സുകാരൻ, 8 വയസ്സുകാരൻ, ഒരു 6 വയസ്സുകാരൻ, ഒരു 4 വയസ്സുകാരി, ഒരു 1 വയസ്സുകാരി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 6 എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആർക്കാ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക? ഏറ്റവും ഇളയതിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടും. അങ്ങനെ കിട്ടി 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 നമ്മുടെ കർത്താവിന്റെ അടുക്ക് എത്തിയപ്പോഴേക്കും അവർക്ക് ശ്രദ്ധയില്ല. എന്തായി? ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടിട്ടാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ 3 നേരത്തെ ചാപ്പാട് അകത്താക്കിയതിന് ശേഷം നടത്തണം. എന്ന് വെച്ചാൽ 1ാമത്തെ നേരം ചാപ്പാട് അടിക്കാനിരുന്നു. കർത്താവ് അവരെ കൂടിയില്ല. വിചാരിച്ചു മുതിർന്ന എങ്ങനെയല്ലേ ചാർച്ചക്കാരുടെ കൂടി ഉണ്ടാവും. അവർ 2ാമത്തെ നേരം ചാപ്പാടിക്കായിരുന്നു. ക്രിസ്തു യേശു ഇല്ല. അവർ വിചാരിച്ചു ചാർച്ചക്കാരുടെ കൂടെ ഉണ്ടാവും. 3ാമത്തെ നേരം 3 നേരമുള്ള ബ്ലോക്ക് തിന്നണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. 3ാമത്തെ നേരം ഭക്ഷണം കഴിക്കായിരുന്നു. കിടന്നുറങ്ങി. നേരെ വന്നിട്ട് ചെക്കനെ കാണേണ്ടപ്പോ മറിയും പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയേ. അങ്ങനെയാണ് യൗസേപ്പി എന്നിട്ട് ചാർച്ചക്കാരുടെ ഇടയിലേക്ക് നോക്കിയപ്പോ സംഗതി ഇല്ല. എന്നിട്ടാണ് അവര് ജെറൂസലേമിലേക്ക് മടങ്ങിയത്. അപ്പൊ ക്രിസ്തു യേശുവിന് സഹോദരന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ നഷ്ടപ്പെടുന്ന പ്രശ്നം ഉദിക്കുമായിരുന്നില്ല. കാരണം ഒന്നേ ഉള്ളെങ്കിൽ അത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ എഴുതപ്പെട്ട വചനവും സാഹചര്യ തെളിവുകളും വെച്ച് നോക്കിയാൽ മറിയത്തിന് കുറഞ്ഞത് 7 മക്കളുണ്ട്. അതിൽ മൂത്തതാണ് യേശുക്രിസ്തു. അത് ക്രിസ്തു ദൈവത്തിന്റെ ഏകപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ മറിയത്തിന്റെ ഏകപുത്രൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മറിയത്തിന്റെ ആദ്യജാതൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മറിയം നിശ്ചയമായും ക്രിസ്തു നിശ്ചയമായും മറിയത്തിന്റെ ആദ്യജാതനാണ്, ഏകജാതനല്ല. ഏകജാതനാണെങ്കിൽ അങ്ങനെ എഴുതുമായിരുന്നു. കാരണം ഏകജാതൻ എന്ന വാക്ക് ബൈബിളിൽ ഉണ്ടല്ലോ. ഏകജാതൻ എന്ന വാക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഏകജാതൻ എന്നാണ്. അതായത് തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൾ തന്റെ ആദ്യജാതനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അവിടെ ഏകജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ആദ്യജാതൻ. അപ്പൊ ഈ 7 എണ്ണത്തിനെയും പ്രസവിച്ചിട്ടും മറിയം കന്യകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. കാരണം തർക്കിക്കുന്നവരോട് നമുക്കൊന്നും തർക്കിക്കാനില്ല. ദൈവവചനത്തിന്റെ പൊരുൾ അറിയാത്ത ഒരാൾ നമ്മളുടെ അടുക്കൽ വന്നിട്ട് സഹോദര എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ചുമതലയുണ്ട്. പക്ഷെ തർക്കിക്കാനും ഒരാളെ തർക്കത്തിലൂടെ നേടാനും ഒന്നും ഒരിക്കലും നമുക്ക് കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറയുന്നത് പ്രധാനമായും മറിയത്തോടുള്ള പ്രാർത്ഥനയാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ അതിന് പറയുന്ന പേര് 53 മണി ജപം എന്നാണ്. 53 മണി ജപം എന്ന് വെച്ചാൽ അതിന് ആ കൊന്ത സാധാരണഗതിയില് ഇങ്ങനൊരു വട്ടവും അടിയിലേക്ക് ഞാന്ന് കിടക്കുന്ന ചെറിയൊരു ഭാഗമുണ്ട് അല്ലെ, ഒരു ഞാത്തി. ഇനി നിങ്ങൾ ഈ ഞാത്തി മുകളിലേക്കായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു കൊലക്കയറ് പോലെ തോന്നും. എന്ന് വെച്ചാൽ സദ്ദാം ഹുസൈനെ തൂക്കിയ കൊലക്കയറ് നിങ്ങൾ കണ്ടില്ലേ എന്നതുപോലെ. അത് വാസ്തവത്തിൽ ആത്മാവിന്റെ തൂക്കുകയറാണ്. അത് തർക്കിക്കൊന്നും വേണ്ട. ആ സാധനം പിടിച്ചു നോക്കിയാൽ കാണാം. ആ കുരിശ് കയ്യെ പിടിക്കുക, എന്നിട്ട് കൊന്തയുടെ ഒരു ഭാഗത്തിന് വിടർത്തി പിടിച്ചു നോക്കിയ അത് ശരിക്കും ഒരു തൂക്കുകയറ് തന്നെയാണ്. അതിന്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് വെച്ചു കൊടുക്കുക വേണ്ടു. നരകം സ്വന്തമാക്കാൻ നിങ്ങളത് മുഴുവൻ ചെല്ലൊന്നും വേണ്ട.
കാരണം ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയമേൽ നിങ്ങൾക്ക് നരകത്തിലെത്താനുള്ള സകല ദൈവദൂഷണമുണ്ട്. കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് അവർ വിളിക്കുന്നത്, അല്ലെ? നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഗബ്രിയേൽ പറഞ്ഞിട്ടില്ല. ഗബ്രിയേൽ പറഞ്ഞത് കൃപ ലഭിച്ചവളെ എന്നാണ്. PUCക്കാരുടെ ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത് നന്മ നിറഞ്ഞവളെ എന്നല്ല, കൃപ നിറഞ്ഞവളെ എന്ന. നന്മയും കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. നന്മ എനിക്ക് തിരഞ്ഞെടുക്കാവുന്നതാ, കൃപ എനിക്ക് തിരഞ്ഞെടുക്കാവുന്നതല്ല. കൃപ ദൈവത്തിന്റെ ദാനമാണ്, നന്മ എനിക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ദൈവത്തിന്റെ കൃപ ലഭിച്ച ആളുകൾ ഒരുപിടി ആളുകളുണ്ട്, മറിയം മാത്രമൊന്നുമല്ല. ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾ എന്റെ മുഖത്തേക്കാൻ നോക്കിയാൽ മതി. ഞാൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചവനാ. കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായ? അപ്പൊ കൃപ ലഭിച്ച ഒരാളെ കാണാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട, എന്റെ മുഖത്തേക്കാൻ നോക്കിയാൽ മതി. ഒരു കൃപ ലഭിച്ച ആളാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. കാരണം കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൃപ ലഭിച്ചത് പഴയ നിയമത്തിന് ഒരുപാട് പേരുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോ കാണാം, സകല മനുഷ്യരും ഒന്നുപോലെ പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിച്ച കാലത്തും നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ വാക്യം ഒരുപാട് ത്രസിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. അത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ബട്ട് നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപ കണ്ടെത്തി. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപ കണ്ടെത്തിയ ഒരുപാട് പേരുണ്ട്. അത് മറിയം ഒരാളൊന്നുമല്ല. മനസ്സിലായോ? അപ്പോ അവിടെ തന്നെ തുടക്കത്തിൽ തെറ്റി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. അത് ബൈബിളിൽ ഉള്ളതല്ല, അത് ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. കത്തോലിക്കരുടെ ബൈബിളിൽ പോലും നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് എഴുതിയിട്ടില്ല, കൃപ നിറഞ്ഞവളെ എന്നാണ്. വാസ്തവത്തിൽ നിറഞ്ഞവളെ എന്നുള്ളതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് കൃപ ലഭിച്ചവളെ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നന്മ അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയുന്ന പോലെ നന്മ നിറഞ്ഞവളെ സ്വസ്തി. സ്വസ്തി എന്ന് വെച്ചാൽ വന്ദനം എന്നേ അർത്ഥമുള്ളൂ. ഹേൽ മേരി, ഇംഗ്ലീഷിൽ നിർത്തി നോക്കി എന്താ കാണുന്നത്? ഹേൽ എന്ന് വെച്ചാൽ ഹലോ ബ്രദർ എന്ന് പറഞ്ഞാല് പ്രൈസ് ദി ലോർഡ് എന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ദൈവദൂതൻ വന്നപ്പോൾ ഒരാളെ ഹലോ എന്ന് വിളിക്കുന്നു. അതിന് അത് വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകണം, ദുബൈയിലാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരാളുടെ പേരറിയില്ല, എന്താ വിളിക്കുന്നറിയോ? അഹമ്മദ്. പേരറിഞ്ഞു തുടങ്ങി എല്ലാരും വിളിക്കാവുന്ന ഒരു പേരാണ് അഹമ്മദ്. അഹമ്മദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കില്ല, അദ്ദേഹത്തിന്റെ പേര് മുസ്തഫ എന്നായിരിക്കും, പക്ഷെ പേരിക്കറിയില്ല. അപ്പൊ ഞാൻ വിളിക്കുന്നതാണ് ഡോ എന്ന് പറഞ്ഞിട്ട് കൈയ്യോട് വിളിച്ച് അടിയുള്ളൂ. അപ്പൊ അവിടെ എന്താ വിളിക്കുക? അഹമ്മദ്. ദുബായില് അങ്ങനെയാണെങ്കിൽ മസ്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒഹോയ് എന്ന് വിളിക്കും. ഒഹോയ് എന്ന് വെച്ചാൽ ബ്രദർ എന്നർത്ഥം. അവനെന്റെ ബ്രദറാണോ? അല്ല. പക്ഷെ ഇപ്പൊ ബോംബെ ചെന്ന് കഴിഞ്ഞാൽ അരേ ഭായ് ഈതര പക്കിടണം, ഇതൊന്ന് പിടിച്ച് പൊതിച്ചെന്ന് ഒരു ഭാരം കയ്യിലുണ്ടെങ്കിൽ ഭായ്, എന്തായാലും അർത്ഥം നമ്മളെ അമ്മ പറ്റ സഹോദരനാണോ? അല്ല. അതിന് അത്ര അർത്ഥമുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു വാക്ക് വിളിക്കണ്ടേ, അതിനുവേണ്ടി വിളിക്കുന്ന ഒരു വാക്കാണ് ഹേയ്. അപ്പൊ ദൂതൻ പറഞ്ഞതാണ് കൃപ ലഭിച്ചവളെ നിനക്ക് സ്വസ്തി. ദ ലോർഡ് ഈസ് വിത്ത് യു. കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് കൂടെയുള്ള ഒരാളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മുടെ അവിടെ കർത്താവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇത്ര വലിയ പൊങ്ങച്ചം പറയാനുള്ളത്. കർത്താവ് എന്റെ കൂടെയും നിന്റെ കൂടെയും ഉണ്ട്. കാരണം അവന്റെ പേരെന്താ? ഇമ്മാനുവേൽ. എന്താ മനസ്സിലായോ? നിങ്ങളിത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ ഏതാണ്ട് ഇങ്ങനെ പന്തം കണ്ട പിരിച്ചഴി പോലെ ഇരിക്കുന്നു. വേണ്ട, കർത്താവ് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണ്. എന്റെ കൂടെ കർത്താവുണ്ട്. കർത്താവിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് നിന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീത. കർത്താവ് അനുഗ്രഹീതനല്ലേ? ഇനിയുള്ളത് മുഴുവൻ ദൈവദൂഷണ. പരിശുദ്ധ മറിയമേ, പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളത് ആർക്ക് വേണ്ടിയിട്ടെന്നറിയാമോ? ഏകനായിരിക്കുന്ന ധന്യനായ ഏകാധിപതിയായ ദൈവം, ഒന്നും ചെയ്യാൻ ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം സർവശക്തനായിരിക്കുന്ന യഹോവ, അതാണ് പരിശുദ്ധൻ. പൗലോസ് ഗ്രീക്ക് ഭാഷയില് പരിശുദ്ധൻ എന്ന് വായിക്കാൻ ഒരു വാക്കുണ്ടായിരുന്നില്ല. ഹാജിയോസ് എന്നൊരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഹാജിയോസ് എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ യഹോവയെ അങ്ങനെ വിളിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് പൗലോസ് ഗ്രീക്ക് ഭാഷയ്ക്ക് ഒരു വാക്ക് സമ്മാനിച്ചു.
ഹാജിയോസ്മോസ് എന്ന് വെച്ചാൽ വിശുദ്ധി തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ വിശുദ്ധനാണെന്ന് എന്നെ ദൈവവചനം എന്നെ കുറിച്ച് പറയുന്നത് അല്ലേ? നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് അല്ലേ? പക്ഷെ നിങ്ങളുടെ എന്റെയും വിശുദ്ധി തെളിയിക്കപ്പെടണം. പക്ഷെ യഹോവയുടെ വിശുദ്ധി ആരുടെ മുമ്പിലാണ് തെളിയിക്കുക? മനസ്സിലായോ? അതുകൊണ്ടാണ് പരിശുദ്ധൻ എന്ന വാക്ക് ഭൂമിയിലെ ഒരു കുഞ്ഞും ഒരു കാരണവശാൽ ഉപയോഗിച്ചുകൂടാ. ഹജിയോസ്മോസ് എന്ന് വെച്ചാൽ അത് ക്രിസ്തു യേശു പോലും ഉപയോഗിക്കാത്തൊരു പേരാണ്. അത് പരിശുദ്ധനായ യഹോവയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്നൊരു വാക്കാണ്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ വാക്ക് ഇവിടെ ആർക്കു വേണ്ടി ഉപയോഗിച്ചു? മറിയത്തിന് വേണ്ടി ഉപയോഗിച്ചു. പരിശുദ്ധ മറിയനെ. പിന്നെ പറയണത് തമ്പുരാന്റെ അമ്മ. തമ്പുരാൻ അമ്മയാണ്. തമ്പുരാൻ അമ്മയുണ്ടെങ്കിൽ തമ്പുരാന്റെ അമ്മേനെ വലുത്. പക്ഷെ മറിയം ക്രിസ്തുവിന്റെ അമ്മയല്ല, യേശുവിന്റെ അമ്മ. ഈ യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഗോട്ടി തെറിക്കും. അപ്പോസ്തലന്മാര് മുഴുവൻ പ്രസംഗിച്ചെന്താണെന്ന് അറിയാമോ? യേശുവാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു. അത് തെളിയിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില വായനകൾ എടുക്കാം. യേശുവും ക്രിസ്തുവും ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് രണ്ടും രണ്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ഡമസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചു. മനസ്സിലായോ? ക്രിസ്തു എന്ന് പറയുന്നത് യഹോവയുടെ കൂടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നവനും മരണമില്ലാത്തവനും ദൈവത്തിന് സമനും ദൈവവും ആയിരുന്നു. ശ്രദ്ധിച്ചോ? ക്രിസ്തു ആരംഭം മുതൽ പിതാവിനോടുകൂടെ ഉള്ളവനും ദൈവത്തിന്റെ വചനവും ദൈവത്തിന് തുല്യനുമായ മരണമില്ലാത്ത ആദിയില്ലാത്ത അന്തമില്ലാത്ത ദൈവമാണ് ക്രിസ്തു. യേശു അങ്ങനെയല്ല. യേശു മറിയത്തിൽ നിന്ന് ജഡം ധരിച്ചവനാണ്. അവന് മരണമുണ്ട്, അവൻ മരിച്ചു. മനസ്സിലായോ? വീട്ടില്ല. യേശു എന്നത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ പേരാ. യേശുവിന് അമ്മയുണ്ട്, ക്രിസ്തുവിന് അമ്മയില്ല. മറിയം സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. ഉളവായതെല്ലാം അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ മറിയം ഉണ്ടായത് ആരിലൂടെയാ? ക്രിസ്തുവിലൂടെയാ. യേശു ഉണ്ടായതോ മറിയത്തിലൂടെ. ഇവിടെ യേശു ആരാണെന്നും ക്രിസ്തു ആരാണെന്നും തിരിച്ചറിയണം. അതല്ലെങ്കിൽ പ്രശ്നമുണ്ടാകും. ഇതാ മറ്റൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17:3 വായിച്ചാട്ടെ. നിങ്ങൾ വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 17:3. ഈ യേശു തന്നെ ക്രിസ്തു. കണ്ടോ? യേശു തന്നെയാണ് ക്രിസ്തു. അതാണ് സുവിശേഷം. ദാവീദിന്റെ വംശത്തിൽ പിറന്നുവെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റവൻ. അതാണ് എന്റെ സുവിശേഷം. അങ്ങനെ പൗലോസ് പഠിപ്പിച്ചത് അല്ലേ? തിമോത്തിയുടെ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? ക്രിസ്തു ആരാണെന്നും യേശു എന്താണെന്ന് മനസ്സിലായോ? ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു ആദ്യം മുതലേ പിതാവിനോട് കൂടെയുള്ളവനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവൻ മരണം ആശ്ലേഷിക്കാൻ ദൂതന്മാരെക്കാൾ താഴെയായിട്ട് ഭൂമിയിലേക്ക് വന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ഹെബ്രായർ 2:9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആശ്ലേഷിക്കാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചു. ആരാ മരിച്ചു? ക്രിസ്തുവാണോ മരിച്ചേ? കണ്ടോ?
ബൈബിള് വായിക്കുമ്പോൾ കൊട്ടത്താപ്പില് വായിക്കരുത്. അതിന്റെ കുത്തിനും കോമയ്ക്കും വരെ വിലയുണ്ട്. മരിച്ചത് ക്രിസ്തു അല്ല, മരിച്ചതാരാ? യേശുവാണ്. യേശു ദൂതന്മാരെക്കാൾ താഴെയാ. നമ്മളാരെക്കാൾ താഴെയാ? നിങ്ങൾ സത്യവേദ പുസ്തകത്തിന് 8-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ച ആ വാക്യം സത്യവേദ പുസ്തകത്തിന് തെറ്റാ, അതുകൊണ്ടാ എടുക്കാൻ പറഞ്ഞത്. 8-ാം സങ്കീർത്തനം 4-ാം വാക്യം. ദൈവത്തെക്കാൾ അല്പം താഴ്ന്നവനെ, ദൈവത്തെക്കാൾ അല്പം താഴ്ന്നവനായിട്ടല്ല, ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായിട്ടാണ്. ദൈവത്തെക്കാൾ നമ്മൾ ഒരു പിടി താഴെ, കുറച്ച് താഴെയല്ല. അത് സത്യവേദ പുസ്തകത്തിൽ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു പുസ്തകം വായിക്കൂ എന്നുള്ള നിർബന്ധമൊന്നും എടുക്കരുത്. 25 രൂപ കൊടുത്താൽ ആ ഈ സാധനം കിട്ടും. 25 rupees. 60 രൂപ കൊടുത്താൽ ഒരു POC കിട്ടും. വായിച്ച വല്ലതും മനസ്സിലാക്കണമെങ്കിൽ അത് വായിക്കണം. കൂട്ടത്തിൽ നിങ്ങൾ സത്യവേദ പുസ്തകം വായിച്ചോ. പക്ഷെ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മർമ്മങ്ങൾ പലതും കിട്ടാണ്ട് പോകും. അപ്പൊ ക്രിസ്തു യേശു മരണത്തെ ആശ്ലേഷിക്കാനായിട്ട് ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി വന്നു. ആരൊന്നു? യേശു. യേശു ക്രിസ്തു അല്ല. വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഇനി അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷത്തിലേക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുക്കുക. 18:5 ഒന്ന് വായിച്ചു നോക്കിയത്. അപ്പോസ്തല പ്രവൃത്തി 18:5 കണ്ടോ? യേശു തന്നെ ക്രിസ്തു, അതായത് മറിയത്തിന്റെ മകനായ യേശു തന്നെയാണ് ക്രിസ്തു. അതാണ് സുവിശേഷം. ഇനി 18:28 വായിച്ചാലും 1 യോഹന്നാൻ 4:15 വായിച്ചാലും 1 യോഹന്നാൻ 5:1 വായിച്ചാലും അപ്പോസ്തല പ്രവൃത്തി 5:42 വായിച്ചാലും എവിടെ നോക്കിയാലും ഇതേ കാണുള്ളൂ. യേശുവാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു. യേശു മറിയത്തിന്റെ മകന, ക്രിസ്തു ദൈവത്തിന്റെ മകന. മനസ്സിലായോ? അതുകൊണ്ട് കത്തോലിക്കർക്ക് ഇത് മനസ്സിലാകാത്തതുകൊണ്ട് അവരെന്ത് പറയുന്നു? ദൈവത്തിന്റെ അമ്മയാണത്ര. ദൈവത്തിന് അമ്മയൊന്നുമില്ല. ദൈവം സ്വയംഭൂവാണ്. അവന് മുമ്പ് ആരുമില്ല, അവന് ശേഷവും ആരുമില്ല. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമായ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ. പരിശുദ്ധ വാക്കിൽ തെറ്റി, തമ്പുരാന്റെ അമ്മ അതിലും തെറ്റി. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാ ക്രിസ്തു വന്ന? പാപികളെ രക്ഷിപ്പാൻ. തെറ്റിയില്ലേ? അവര് പറഞ്ഞ് ചാകുന്നവരെ ഞങ്ങൾ പാപികളായിരിക്കുന്നു. ചാകുന്നവരെ നമ്മൾ പാപികളായിരിക്കാനാണോ കർത്താവ് വന്നത്? അല്ലല്ല. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചു. ഞാൻ ഇന്ന് പാപിയല്ലാതിരിക്കുന്നത് എന്റെ കഴിവുകൊണ്ടല്ല, ദൈവം എന്നെ സൗജന്യമായി നീതീകരിക്കാൻ സന്മനസ്സ് കാണിച്ചു. അതുകൊണ്ടാണ്. അപ്പോ അവര് ശ്രദ്ധിച്ച് വചനം പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും അവരെ നടത്തുന്ന അച്ഛന്മാര് 12 കൊല്ലം കൊണ്ട് ഒരുപാട് ബൈബിള് പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ ജനത്തിന്റെ ഇടയിലുണ്ട്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കേവലം ഒന്ന് വായിച്ചിട്ടുള്ള അച്ഛന്മാർ 1000-ൽ ഒരെണ്ണം പോലും കാണില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ കടകവിരുദ്ധായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ കന്യക മറിയം ബഹുമാന്യയായ ഒരു വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പാടില്ല. ജപമാല ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഒന്നാമത് നാം പ്രാർത്ഥിക്കേണ്ടത് നാം എണ്ണം പിടിക്കുകയും വേണ്ട. കർത്താവ് തന്നെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, ആവർത്തിച്ച് ചൊല്ലുന്നത് കൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുമെന്ന് വിജാതിയർ കരുതുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എന്റെ ആവശ്യങ്ങൾ എന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. നാം പ്രാർത്ഥിക്കണം, പക്ഷെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥന ജൽപ്പനമാക്കിയ നീ ക്രിസ്തുവിനെ അറിഞ്ഞാൽ
നീ പിന്നെ ജൽപ്പനം ചെയ്യില്ല. പിന്നെ നീ പറയും, ഓ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവനെന്നും പൂത്തുനിൽക്കും. മറിയത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ജപമാല നാശത്തിലേക്കുള്ള വഴിയാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. അത് ഭൗതിക നന്മകളിലേക്ക് നിങ്ങളെ നടത്തിയേക്കാം. പക്ഷെ ആ ഭൗതിക നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്ന് ആണ് എന്നതിന് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരാശയമാണ്. ദൈവത്തിന് സ്തോത്രം.